CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തട്ടകത്തെ ഉത്സവലഹരിയിലാഴ്ത്തി ചെട്ടിവേലയോടെ മണ്ണാർക്കാട് പൂരത്തിന് സമാപനം. സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുള്ള ചെട്ടിവേലയും വിവിധ ദേശവേലകൾ ഒരുക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും വർണ്ണാഭമായി നടന്നു. വാണിയംകുളത്തെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരന് നേരെ ആക്രമം. ബൈക്കിലെത്തിയ മൂവർ സംഘത്തിന്റെ മർദ്ദനത്തിൽ ജീവനക്കാരൻ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. അലിപ്പറമ്പ് പള്ളിക്കുന്നിനു സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. നാട്ടുകൽ അണ്ണാൻതൊടി ഓവുപാലത്തിനു സമീപം ചേങ്ങാടൻ വീട്ടിൽ മൊയ്തുകുട്ടിയുടെ ഭാര്യ നഫീസയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ ഇല്ലിക്കൽ വനത്തിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് സൈലന്റ് വാലി റേഞ്ച് ഓഫീസർ VS വിഷ്ണു. 1.5 ഹെക്ടറോളം വനഭാഗത്തെ പുല്ലിനാണ് തീപിടിച്ചതെന്ന് വനപാലകർ അറിയിച്ചു. വാണിയംകുളത്തെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരന് നേരെ ആക്രമം. ബൈക്കിലെത്തിയ മൂവർ സംഘത്തിന്റെ മർദ്ദനത്തിൽ ജീവനക്കാരൻ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇന്ധനം നിറയ്ക്കുന്നതിനിടെ തുക സംബന്ധിച്ച ആശയക്കുഴപ്പം ദൂരീകരിക്കുന്നതിനെ തുടർന്ന് ഉടലെടുത്ത തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. വാണിയംകുളം സ്വദേശികളായ 3 പേരാണ് ജീവനക്കാരനെ മർദ്ദിച്ചതെന്നാണ് ജീവനക്കാർ പറയുന്നത്. പനമണ്ണ സ്വദേശി ഷമീമിനാണ് മുഖത്ത് പരിക്കേറ്റത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN ഒറ്റപ്പാലം. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ ഇല്ലിക്കൽ വനത്തിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് സൈലന്റ് വാലി റേഞ്ച് ഓഫീസർ VS വിഷ്ണു. 1.5 ഹെക്ടറോളം വനഭാഗത്തെ പുല്ലിനാണ് തീപിടിച്ചതെന്ന് വനപാലകർ അറിയിച്ചു. 1.5 ഹെക്ടറോളം വനഭാഗത്തെ പുല്ലിനാണ് തീപിടിച്ചതെന്ന് വനപാലകർ അറിയിച്ചു. തീ സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലേക്ക് പടർന്ന് അടിക്കാടിനും തീപിടിച്ചു. നീലിക്കൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനീഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ, ഫോറസ്റ്റ് വാച്ചർ ഷാജി, റിസർവ് ഫോറസ്റ്റ് വാച്ചർ അശ്വൻ എന്നിവർ നാട്ടുകാരുടെ സഹായത്തോടെ നിയന്ത്രണ വിധേയമാക്കി. വാർഡ് മെമ്പർ നൂറുൽ സലാം സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്നും സൈലന്റ് വാലി റേഞ്ച് ഓഫീസർ VS വിഷ്ണു അറിയിച്ചു. CCN ചത്തല്ലൂർ. തട്ടകത്തെ ഉത്സവലഹരിയിലാഴ്ത്തി ചെട്ടിവേലയോടെ മണ്ണാർക്കാട് പൂരത്തിന് സമാപനം. സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുള്ള ചെട്ടിവേലയും വിവിധ ദേശവേലകൾ ഒരുക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും വർണ്ണാഭമായി നടന്നു. നൽകിക്കൊണ്ട് മണ്ണാർക്കാട് പട്ടണത്തെ കയ്യിലിട്ട് സമ്മാനമാടിക്കൊണ്ട് മണ്ണാർക്കാട് നിവാസികളുടെ കൺമുന്നിലൂടെ ഇതാ ഈ വർഷത്തെ നമ്മുടെ മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുമുകളിലായി നിങ്ങളുടെ കൺമുന്നിലൂടെ മണ്ണാർക്കാട് പട്ടണത്തിലൂടെ മണ്ണാർക്കാട് പട്ടണത്തെ കയ്യിലിട്ട് സമ്മാനമാടിക്കൊണ്ട്
കൈ പിടിച്ചു കാവു ചുറ്റണ നേരം ചിന്നക്കട പെരിയ കട ചിന്തൂരക്കട കേറാം കുപ്പിവള വാങ്ങാം കുപ്പായ തുണി വാങ്ങാം ചിപ്പിവള വാങ്ങാം പിന്നെ സോപ്പ് ചീപ്പ് വാങ്ങാം മാർഗഴിയിൽ മല്ലിക പൂത്താൻ മണ്ണാർക്കാട് പൂരം കാടിറങ്ങി നീയും ഞാനും കാണാൻ പോകണ പൂരം മാർഗഴിയിൽ മല്ലിക പൂത്താൻ മണ്ണാർക്കാട് പൂരം കുന്തിപ്പുഴ കരയിലുള്ള കുളിരു പോലും കാറ്റിൽ പന്തലിച്ചു പീലി നീർത്തും പുന്നാകത്തിൻ ചോട്ടിൽ കുന്തിപ്പുഴ കരയിലുള്ള കുളിരു പോലും കാറ്റിൽ പന്തലിച്ചു പീലി നീർത്തും പുന്നാകത്തിൻ ചോട്ടിൽ എന്റെ മാറി നീ മയങ്ങും. CCN മണ്ണാർക്കാട്. ആലിപ്പറമ്പ് പള്ളിക്കുന്നിന് സമീപം കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. നാട്ടുകൾ അണ്ണാൻതൊടി ഓവുപാലത്തിന് സമീപം ചേങ്ങാടൻ വീട്ടിൽ മൊയ്തുകുട്ടിയുടെ ഭാര്യ നഫീസയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. കരിങ്കലത്താണി അണ്ണാൻതൊടി ഓവുപാലത്തിനു സമീപം താമസിക്കുന്ന ചേങ്ങോടൻ നഫീസയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെയാണ് അമ്മയും മകനും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം ഉണ്ടായത്. ആലിപ്പറമ്പിലെ ബന്ധുവീട്ടിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ റോഡിനു സമീപത്തെ ഓവുചാലിലേക്ക് മറിയുകയായിരുന്നു. നഫീസയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പൂവത്താണി ഭാഗത്തുനിന്നും പള്ളിക്കുന്ന് ഭാഗത്തേക്ക് വന്ന ഒരു കാറ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറി തൊട്ടടുത്ത സ്ഥലത്തെ ഒരു കല്ലിലിടിച്ച് തലകീഴായി മറിയുകയാണ് ഉണ്ടായത്. കാറിൽ ഒരു സ്ത്രീയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്ത്രീ കാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ് റോഡരികിൽ കിടക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി. ഓടിക്കൂടിയ നാട്ടുകാരും മറ്റു അതുവഴി വന്ന ബസ്സിലെ യാത്രക്കാരും ചേർന്നാണ് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്തേക്ക് അവർ മരണപ്പെട്ടിരുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണിത്. മകന് കൂടുതൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള അപകട കാരണങ്ങളൊന്നും വിശദമായിട്ട് അറിയില്ല. രണ്ടുപേര് മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കാർ ഓടിച്ചിരുന്ന മകൻ റഫീഖ് ചികിത്സയിലാണ്. മൃതദേഹം പോലീസ് നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് അരക്കുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വലിയാറാട്ട് ആഘോഷിച്ചു. രാവിലെയും രാത്രിയും ആറാട്ടെഴുന്നള്ളിപ്പ് നടന്നു. പരമ്പരാഗത ആചാരമായ കഞ്ഞിവാർച്ചയും ഉണ്ടായി. ഭഗവതി ആറാട്ടിന് പുറപ്പെടും മുൻപ് തന്നെ ക്ഷേത്ര പരിസരവും കുന്തിപ്പുഴ ആറാട്ടുകടവും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. 8:30ഓടെ 5 ഗജവീരന്മാരുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. പത്തുമണിയോടെ ആറാട്ടു കഴിഞ്ഞ് തിരിച്ചെത്തി ക്ഷേത്രഗോപുരത്തിന് മുന്നിലെത്തിയപ്പോഴേക്കും മേജർ സെറ്റ് പഞ്ചവാദ്യം തുടങ്ങി.
രാവിലെ 11 മുതൽ ആറാട്ടുകടവിൽ പരമ്പരാഗത ആചാരമായ കഞ്ഞിപ്പാർച്ചയുമുണ്ടായി. ആറാട്ട് എഴുന്നള്ളിപ്പിനു ശേഷം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ നിവേദ്യപൂജയ്ക്കു ശേഷമാണ് കഞ്ഞിപ്പാർച്ച തുടങ്ങിയത്. പതിവ് പോലെ അട്ടപ്പാടിയിൽ നിന്നെത്തിയ ഗോത്രവർഗക്കാർക്കാണ് കഞ്ഞിയും പുഴുക്കും ആദ്യം വിളമ്പിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർ കഞ്ഞിപ്പാർച്ചയിൽ പങ്കെടുത്തെന്ന് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണുന്ന ഈ ജനസഞ്ചയം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു പ്രസാദൂട്ടനോ അല്ലെങ്കിൽ ഒരു കഞ്ഞിപ്പാർച്ചയുടെ ഭാഗമായിട്ട് ഭക്ഷണം കഴിക്കാനോ വന്നവരല്ല. അത് ഈ നാടിൻ്റെ സംസ്കൃതിയായി ബന്ധപ്പെട്ട ഇവരുടെ പൂർവികന്മാർ, നമ്മുടെയൊക്കെ പൂർവികന്മാർ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിച്ച ആ ഒരു രുചിയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവിത്രതയോടുകൂടി ഇതൊരു നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ്. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ആ നിലയിൽ ഈ മണ്ണാർക്കാട് പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും ഈ കഞ്ഞിപ്പാർച്ചയ്ക്കും അതിൻ്റേതായിട്ടുള്ള ചരിത്ര പശ്ചാത്തലമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറയും നമ്മുടെ ഈ നാടിൻ്റെ സംസ്കാരം, ഈ പൈതൃകം, ഈ സമ്പത്ത് മുറുകെ പിടിക്കണം. അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു നല്ല ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി നിർവഹിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ജനകീയമായിട്ട് എല്ലാ മണ്ണാർക്കാടിൻ്റെ മനസ്സ് ഒന്നിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ജനകീയമായിട്ട് ഈ ഉത്സവം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത്. ഏതാണ്ട് 50,000-ത്തിലധികം ആളുകളെ ഞങ്ങൾ ഇന്നിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു 50,000 പേർക്ക് കഞ്ഞി കുടിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ. 1 ടണ്ണിലധികം വരുന്ന അരി കഞ്ഞിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. തുടർന്ന് മേളം, നാദസ്വരം എന്നിവയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ ഓട്ടൻതുള്ളലുമുണ്ടായി. ഡബിൾ തായമ്പകയും ഉണ്ടായി. രാത്രി 9-ന് നടന്ന ആറാട്ട് എഴുന്നള്ളിപ്പിനും ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നിരവധി ദേവീ ദേവന്മാർക്ക് തന്റെ അഴക് കൊണ്ടും നിലവ് കൊണ്ടും ഉത്തമപീഠമൊരുക്കിയവൻ ഇന്ന് ആനക്കേരളത്തിൽ പകരക്കാരനില്ലാത്ത രാജരാജ ഗന്ധർവൻ എന്നിയാലൊടുങ്ങാത്ത പട്ടങ്ങളുടെ തമ്പുരാൻ നിലാവിന്റെ തന്റെ അഴക് കൊണ്ട് നിർമ്മിച്ച ചരിത്രം സൃഷ്ടിച്ചവൻ ആനപ്പിറവിയിലെ ആൺപിറപ്പ് ആകാശമുട്ടോളം തലയെടുപ്പ്. തുടർന്ന് 100 കലാകാരന്മാർ പങ്കെടുത്ത പാണ്ടിമേളം അരങ്ങേറി. CCN മണ്ണാർക്കാട്. ഭാഷാ പഠനത്തിന് സൗകര്യമൊരുക്കി യുവതിയെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന ഉപകേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഭാഷാ നൈപുണ്യം വളർത്തുന്നതിനും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും മേഖലയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെയും മലയാള സർവകലാശാലയുടെയും നേതൃത്വത്തിൽ പൊന്നാനി ICSR ക്യാമ്പിൽ ആരംഭിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന ഉപകേന്ദ്രമാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അറിവുൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചരിത്രമുറങ്ങുന്ന പൊന്നാനിയുടെ വിശാലമായ കടൽ തീര ഭൂമിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സവിശേഷ സാന്നിധ്യമായി വളരാനിടയുള്ള ഒരു സ്ഥാപനത്തിനാണ് നാം എല്ലാവരും ചേർന്ന് ലളിതമായ തുടക്കം കുറിക്കുന്നത്.
കേരളത്തിൽ നിന്ന് ആദ്യമായി വൻകരകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അറേബ്യയിലും ഈജിപ്തിലുമെല്ലാം പോയി വിശ്വ സർവകലാശാലകളിൽ നിന്ന് വിജ്ഞാനം ആർജിച്ച് ആ വെളിച്ചവുമായി കേരളത്തിൽ വന്ന് നിരക്ഷരരും അറിവിൻ്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ടവരുമായവരിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മഹത് വ്യക്തിയുടെ പേരിലാണ് ഇന്ന് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഈ വർഷം ആരംഭിക്കുന്ന 8 മികവ് കേന്ദ്രങ്ങളിലൊന്നാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് കേന്ദ്രം. ഇതിന്റെ മുഖ്യ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിച്ചിരുന്നു. പൊന്നാനിയിലെ ഉപകേന്ദ്രത്തിലൂടെ കുറഞ്ഞ ചിലവിൽ വിദേശ ഭാഷാ പരിശീലനം സാധ്യമാക്കുകയാണ് പ്രാരംഭഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ജർമ്മൻ ഭാഷയിൽ A1 കോഴ്സും കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ഉടൻ ആരംഭിക്കുന്നത്. കൂടാതെ സ്പാനിഷ്, ഫ്രഞ്ച്, ചൈനീസ് ഭാഷകളും പരിശീലിപ്പിക്കും. അറബിക് കോഴ്സ് 120 മണിക്കൂറും ജർമ്മൻ കോഴ്സ് 90 മണിക്കൂറുമാണ്. ഓരോ പഠന തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ പ്രത്യേക പദങ്ങൾ, ശൈലികൾ ഇവയുടെ പരിശീലനവും വളരെ കുറഞ്ഞ ഫീസിൽ ലഭ്യമാകും. അറബിക് കോഴ്സിന് 5000 രൂപയും ജർമ്മൻ കോഴ്സിന് 10000 രൂപയുമാണ് ഫീസ്. ആദ്യത്തെ ബാച്ചിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ടാകും. മാത്രമല്ല ഭാഷാ പഠനത്തിനായി പ്രത്യേക കെട്ടിടം നിർമ്മിക്കും. പി നന്ദകുമാർ MLA അധ്യക്ഷനായിരുന്നു. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ആമുഖ പ്രഭാഷണം നടത്തി. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാത്സ് വാർഷത്തോടനുബന്ധിച്ച് മാത്സ് പാർക്ക് ഒരുക്കി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ OP ജോയ്സി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാത്തമാറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് ഡൊമിനിക് കോൺവെന്റ് മാനേജർ സിസ്റ്റർ OP ജോസഫിൻ, സീറ്റ അക്കാദമി MDയും ഫെഡറേഷൻ ഓഫ് IT അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റുമായ ലിജു P രാജു, PTA പ്രസിഡന്റ് അരുൺ രവി, വിദ്യാർത്ഥികളായ നന്ദിക, നേഹ റഹ്മാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. അതിഥി സ്വാഗതവും ഹൃദ്യ ഹരിനാരായണൻ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മാരായമംഗലം GHSSൽ പഠനോത്സവം മികവുകളുടെ അവതരണത്തോടെ നടന്നു. ഭാഷയിലും സാമൂഹ്യശാസ്ത്ര, ശാസ്ത്ര വിഷയങ്ങളിലും ഗണിതത്തിലും വിവരസാങ്കേതിക വിദ്യയിലും അധിഷ്ഠിതമായ പ്രദർശനങ്ങൾ നടന്നു. സർഗപരിപാടികളുടെ ആവിഷ്കരണം ഉണ്ടായി. പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ നൽകി. വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പഠനോത്സവത്തിന് അതിഥികളായി എത്തിച്ചേർന്നു. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും നേതൃത്വം നൽകി. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജേഷ് K ഉദ്ഘാടനം ചെയ്തു. CCN ചെറുപ്പുളശ്ശേരി. പൊതുപ്രവർത്തകനും CPIM നേതാവുമായിരുന്ന K വിമലന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ആലിപ്പറമ്പ് കളരിപ്പടിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. MP മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബാങ്ക് ഇവിടെ തുടങ്ങിയപ്പോൾ ആ ബാങ്കിൻ്റെ പ്രവർത്തനത്തിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനമായിരുന്നു. ബാങ്ക് ഡയറക്ടറോട് അംഗമായി. അപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ മേഖലയിൽ സജീവമായി കൊണ്ട് പ്രവർത്തിക്കുക എന്നായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. വിരമിച്ച KSEB ഓവർസിയർ ആയിരുന്നു K വിമലൻ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പെരിന്തൽമണ്ണ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി, CPM ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം, കേരള കർഷക തൊഴിലാളി യൂണിയൻ ആലിപ്പറമ്പ് വില്ലേജ് സെക്രട്ടറി, പ്രസിഡന്റ്, പട്ടികജാതി ക്ഷേമ സമിതി ആലിപ്പറമ്പ് വില്ലേജ് കമ്മിറ്റി അംഗം, ആലിപ്പറമ്പ് റൂറൽ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. യോഗത്തിൽ പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CCN മാനേജിംഗ് ഡയറക്ടർ കണമല രാമചന്ദ്രൻ, മുഹമ്മദ് എന്ന മാനാജി, K ചന്ദ്രൻ, ഷംസുദ്ദീൻ ആലിപ്പറമ്പ്, P വാസു, A വിനോദ്, M രതീഷ്, P രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടകത്തെ ഉത്സവലഹരിയിലാഴ്ത്തി ചെട്ടിവേലയോടെ മണ്ണാർക്കാട് പൂരത്തിന് സമാപനം. സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുള്ള ചെട്ടിവേലയും വിവിധ ദേശവേലകൾ ഒരുക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും വർണ്ണാഭമായി നടന്നു. വാണിയംകുളത്തെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരന് നേരെ ആക്രമം. ബൈക്കിലെത്തിയ മൂവർ സംഘത്തിന്റെ മർദ്ദനത്തിൽ ജീവനക്കാരൻ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ആലിപ്പറമ്പ് പള്ളിക്കുന്നിനു സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. നാട്ടുകൽ അണ്ണാൻതൊടി ഓവുപാലത്തിനു സമീപം ചേങ്ങാടൻ വീട്ടിൽ മൊയ്തുകുട്ടിയുടെ ഭാര്യ നബീസയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു.
തിരുവിഴാംകുന്ന് അമ്പലപ്പാറ ഇല്ലിക്കൽ വനത്തിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് സൈലന്റ് വാലി റേഞ്ച് ഓഫീസർ VS വിഷ്ണു. 1.5 ഹെക്ടറോളം വനഭാഗത്തെ പുല്ലിനാണ് തീ പിടിച്ചതെന്ന് വനപാലകർ അറിയിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.